മോളെ, ഈ വലിയ വീട്ടിലെ രീതികൾ ഒട്ടും ശരിയല്ല. കല്യാണം ഒതുക്കത്തിൽ നടത്തിയത് പോട്ടെ, ഈ വീട്ടിലുള്ളവരല്ലാതെ മറ്റു ബന്ധുക്കൾ ആരും വന്നിട്ടില്ല. സത്യനും ജോലിക്കാരിയെ ഒഴിച്ച് മറ്റാരും നമ്മളോട് സംസാരിക്കാൻ പോലും വരുന്നില്ല. നമ്മളൊക്കെ തീരെ സ്റ്റാറ്റസ് ഇല്ലാത്ത ആൾക്കാരായിട്ടാ ഇവരൊക്കെ കരുതിയിരിക്കുന്നത്. അതൊക്കെ അമ്മയുടെ തോന്നലാ. സ്വാമിയങ്ങളും സദാശിവനങ്ങളും ഒക്കെ വളരെ കാര്യമായിട്ടില്ല പെരുമാറുന്നേ. ദിവ്യപ്രഭ ആന്റിയും ചൈത്രയും മാത്രമേ ഉള്ളൂ പ്രശ്നം. അവരോട് എസ് പി അങ്കിള് സംസാരിച്ചോളൂ. എന്നാലും വന്നു കയറിയ മരുമകളോട് ഏറ്റവും നന്നായി പെരുമാറേണ്ടത് വീട്ടിലെ പെണ്ണുങ്ങൾ തന്നെയല്ലേ? അവരെന്തിനാ കീർത്തിയോട് ഇത്ര ശത്രുത കാണിക്കുന്നേ? സത്യം പറഞ്ഞിട്ടാണോ അവര് നമ്മളോട് മാന്യമായി പെരുമാറേണ്ടത്? അവരൊക്കെ നമ്മളെപ്പോലെ ചെറിയ ആളുകളൊന്നും അല്ലല്ലോ അമ്മേ. വലിയവരാകുമ്പോൾ അവരുടെ ലോകവും വലുതായിരിക്കും. മിഥുൻ രാഷ്ട്രീയത്തിലും മറ്റുള്ളവര് ബിസിനസ്സിലും പ്രവർത്തിക്കുന്നവരല്ലേ. അമ്മ നോക്കിക്കോ, ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കീർത്തിയും അവരെ പോലെ ആവും. കീർത്തി ഒരിക്കലും ചൈത്രയെ പോലെ മനുഷ്യപ്പറ്റില്ലാത്തവളാകരുത്. ആ കുട്ടിയോടും അമ്മയ്ക്ക് ദേഷ്യമൊന്നും തോന്നണ്ട. എന്തൊക്കെയായാലും എസ് പി അങ്കിളുടെ മകളല്ലേ. അവളും കുറച്ചു കഴിയുമ്പോൾ കീർത്തിയെ സ്നേഹിച്ചോളൂ. ചാത്തനാണ്. ഓ, അപ്പൊ ഇയാള് വെള്ളോടിക്കാരനാ. വെറുതെ അല്ല അച്ഛനുമായിട്ട് കമ്പനി. ഹലോ, ഇനി ഞാൻ അങ്ങോട്ട് വരാം. അതാണ് എന്റെ പോളിസി. കുപ്പി വാങ്ങിയത് എനിക്ക് വേണ്ടിയാണെന്ന് സ്വാമി ഇങ്ങോട്ട് തെറ്റിദ്ധരിച്ചു. ചൈത്ര വേണ്ടിക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞേക്കണേ. ആനം കിട്ടിയപ്പം സ്വഭാവം മാറി.